ഇന്ന് ശുക്രഭഗവാന്റെ രാശിമാറ്റത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഈ ജനുവരി 28 ശുക്രഭഗവാന്റെ രാശിമാറ്റം സംഭവിച്ചതിനാൽ തന്നെ പലർക്കും നന്മകളുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 രാശിക്കാർക്ക് വളരെ അധികം നന്മ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കൊക്കെയാണ് ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് അതൊക്കെ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും വലിയ തോതിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ച് മുന്നിലേക്ക് വന്നിട്ടുള്ളവർ തന്നെയായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മഹാഭാഗ്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം വന്ന് നല്ല ഒരു ജീവിതം തുടങ്ങുന്നതിനുള്ള സമയം തന്നെയാണ് ഈ കാലഘട്ടം എന്നുള്ളത്. വിവാഹ കാര്യത്തിലാണെങ്കിൽ ശരി, തൊഴിൽപരമായ കാര്യത്തിലാണെങ്കിൽ ശരി, സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഏത് ഒരു വഴിക്ക് ആണെങ്കിൽ തന്നെയും ഈ പൂരാട നക്ഷത്രങ്ങൾക്ക് വളരെ അധികം ഗുണം ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രൻ്റെ അതീവ നല്ല ഭാവത്തിൽ തന്നെയാണ് അദ്ദേഹം നിങ്ങളുടെ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. അതായത് എന്തും തരാം എന്ന ആ ഒരു മാർഗത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഞ്ചാരം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കൊക്കെയും ഒരു മുടിവ് വന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇതുവരെ അടിതെറ്റി പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം വളരെ വേഗത്തിൽ തന്നെ അത്യുന്നതങ്ങളായ ആ ഒരു പടി ചവിട്ടിക്കയറുവാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് മുന്നിൽ തെളിയുകയാണ്, അല്ലെങ്കിൽ അത് തുറക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയാണ് പൂരാടം എന്ന നക്ഷത്രങ്ങളുടെ. പക്ഷേ പ്രയത്നം വേണം എന്ന് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ എത്ര കാര്യങ്ങൾക്ക് നല്ല പ്രയത്നം കൊടുത്തിരുന്നുവോ ആ എഫർട്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു വിജയം നിങ്ങൾക്കുണ്ടാവുകയും കുടുംബപരമായ അന്തരീക്ഷങ്ങളിലൊക്കെ നല്ല സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയായി മാറുമെന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് സർവ്വവിധ ആശംസകളും ആശീർവാദങ്ങളും നേരുന്നു. അടുത്തത്, എവിടെയും ഇഞ്ചി പോലെ ചതഞ്ഞ് പോകുന്ന ചില നക്ഷത്രത്തിൽ ഒരാളാണ് ഈ ചതയ നക്ഷത്രക്കാരൊക്കെ. അപ്പോൾ അവർക്കൊക്കെയും തന്നെ വളരെയേറെ മുന്നേറ്റങ്ങളുടെ ഒരു കാലം തന്നെ എന്നാണ്. അത് നേരത്തെ ഞാൻ പൂരാടത്തിന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പരിശ്രമം ഒക്കെ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഈ 28 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രസൻസ് ഒക്കെ ഒരു തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കാണും. അപ്പോൾ തൊഴിൽപരമായിട്ടും അതുപോലെ സമ്പത്ത് പരമായിട്ടും ഒക്കെ നല്ല ഉന്നതമായ നിലകളിലേക്ക്, അതായത് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ പോലും അവർക്കൊക്കെ നല്ല ഉന്നതമായ ഒരു കാലഘട്ടം ആയിരിക്കും. അതായത് പ്രൊമോഷൻ പോലുള്ള കാലഘട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുപോലെ പരമായ രീതിയിലൊക്കെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ സമ്പത്ത് പരമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സാഹചര്യങ്ങളൊക്കെ മാറി ഒരു നല്ല മുന്നേറ്റം. വിറ്റുപോകാത്ത സാധനങ്ങളൊക്കെ ചില കടകളിലൊക്കെ കെട്ടിക്കിടപ്പുണ്ടായിരിക്കും ഇതേ നക്ഷത്രക്കാർക്കൊക്കെ. അങ്ങനെയുള്ളിടങ്ങളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നേറ്റത്തിലേക്കുള്ള പാതകൾ തന്നെയാണ് തുറക്കുന്നത്. അപ്പോൾ എന്തായാലും കുടുംബ അന്തരീക്ഷവും തൊഴിൽ അന്തരീക്ഷവും ധനപരമായ അന്തരീക്ഷങ്ങളും ഒക്കെ തന്നെ നല്ല മേന്മയുള്ളതായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തീർപ്പായി കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങൾക്കൊക്കെ ശുഭകരമായ ഒരു കാലഘട്ടം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്രം, നിങ്ങൾക്കും വളരെ അധികം നന്മകളൊക്കെ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് വിദേശത്തൊക്കെ യാത്രയ്ക്കൊക്കെ ഒരുങ്ങി പലപ്പോഴും മുടങ്ങിപ്പോയവർക്കൊക്കെ തന്നെ അതിൻ്റേതായ സാധ്യതകളൊക്കെയും തെളിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ വരുന്ന ഈ ശുക്രൻ്റെ മാറ്റം മൂലം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ നാട്ടിലാണെങ്കിലും തൊഴിൽപരമായ രീതിയിലൊക്കെ വളരെ അധികം നന്മകളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. ചിത്തിര എന്നാൽ പൊൻ ചിത്തിര എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവർക്ക് തന്നെ അറിയില്ല പൊന്നാണോ വെള്ളിയാണോ പിത്തളയാണോ ചെമ്പാണോ എന്നൊന്നും, അലുമിനിയം പോലും ആണോ എന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെയൊക്കെ ജീവിതം. എന്നാൽ ഈ ശുക്രൻ്റെ മാറ്റം നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാവും നിങ്ങൾക്ക് നൽകുക. കാരണം 28 ജനുവരി 28 ശുക്രൻ്റെ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു നല്ല പ്രസൻസൊക്കെ സ്റ്റാർട്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ശുക്രൻ എവിടെ ഇരുന്നാലും അതിൻ്റേതായ ഒരു നല്ല പ്രഭാവം അദ്ദേഹം
നൽകുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. ഏത് ഗ്രഹങ്ങൾക്കൊപ്പമാണോ അതിൻ്റേതായ ഒരു 50% അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നൽകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നതും അതുപോലെ തന്നെയാണ് പലർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചിത്തിര നക്ഷത്രക്കാർക്കും ഈ നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ പുണർദം, കാർത്തിക, ഉത്തരം, പൂയം എന്നീ നക്ഷത്രങ്ങൾക്കൊക്കെയും വളരെ നല്ല ഫലം തന്നെയാണ് ഈ വർഷം ഉണ്ടാകുക എന്നുള്ളത്. കാരണം ശുക്രൻ്റെ രാശിമാറ്റം പല വിധത്തിലും നന്മകൾ ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് രാശികൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ശുക്രൻ്റെ ആ ഒരു മാറ്റം എല്ലാവർക്കും തന്നെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നാലും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ചില നക്ഷത്രങ്ങളെക്കുറിച്ചിട്ട്. കാരണം അവരുടേതായ ആ ഒരു സങ്കടങ്ങൾ എപ്പോഴും അവർക്ക് ഉള്ളിൽ തന്നെ നിഴലിച്ച് നിൽക്കുന്നതുകൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫർട്ട് കൊടുത്തിരുന്നോ അവിടെയൊക്കെ തന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ ഫോഴ്സ് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് പരമായിട്ടോ തൊഴിൽപരമായിട്ടോ എന്തെങ്കിലും ഒരു രീതിയിൽ കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ വലിയ പണച്ചിലവില്ലാതെ കടബാധ്യതകളില്ലാതെ എന്തെങ്കിലും ഒരു സൈഡായിട്ട് ബിസിനസ്സോ മറ്റ് വർക്കുകളോ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ അതിലും നല്ല മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട്. കുടുംബത്തിൽ സർവ്വവിധ സന്തോഷങ്ങളുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ശുക്രൻ്റെ മാറ്റം കൊണ്ട് തന്നെ ശുക്രൻ്റെ ഇടപെടൽ വരുമ്പോൾ തന്നെ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോയ കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോർട്ട് കേസ് വഴക്കുകളൊക്കെ തീരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയും നടക്കും എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. ദയവായി എല്ലാവരും തന്നെ ഇത് കേട്ട് സന്തോഷകരമായി ഇരിക്കുക. നല്ല നല്ല വഴികൾ നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള വഴികൾ ഒക്കെ തുറക്കുന്നു എന്ന് തന്നെയാണ് 100% ഇവിടെ പറയുന്നത്. അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകളൊക്കെ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയക്കണം. അതിൻ്റേതായ ഒരു നല്ല ഇത് നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരിടത്ത് മാത്രം പാടില്ല, മറ്റു എത്ര ഇടങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കണമെന്ന് തോന്നുന്നോ അവിടെയൊക്കെ നിങ്ങൾ അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു കാലം ആയി മാറട്ടെ ഈ 2025 ഈ ശുക്രമാറ്റം. അപ്പോൾ സന്തോഷകരമായിരിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.